ആക്സിലേറ്റർ കൊടുക്കുക. ഇതാണ് നമ്മളെ വാൾ ഡോർ അല്ലെങ്കിൽ എഞ്ചിൻ കവർ അയക്കുമ്പോൾ നമ്മൾ കാണുന്ന സംഭവങ്ങള് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണത് ഈ ഭാഗത്താണ്. അപ്പൊ ഇതാണ്. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടാ വണ്ടി എവർ സ്റ്റാർ. അപ്പോൾ ഗ്രാൻഡ് ബോസ് കൂടിയാണ്. വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കേട്ടാ. അപ്പോൾ എന്താ പണിന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം വലിയ കുറവുണ്ട്. അപ്പോൾ നമ്മളൊന്ന് എഞ്ചിൻ്റെ ടാപ്പിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാടാ. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കളികള്, ചെറിയൊരു വാക്കറൗണ്ട്, വണ്ടിയുടെ കുറച്ച് വീഡിയോസ്, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കേട്ടോ. അപ്പോൾ അധികം ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ നിങ്ങൾ ബോറടിപ്പിക്കണില്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതെ നമ്മള് വാൽവ് ചെയ്യാൻ പോകട്ടാ ഫ്രണ്ട്സ്. അതെ നമ്മള് ടാപ്പ് ചെയ്യാൻ 3 സാധനങ്ങൾ മതിട്ടാ. ലേലല്ല ഇതാണ് ഫീലർ ഗേജ് കേട്ടാ, സ്ക്രൂ ഡ്രൈവർ, ഒരു 14 റിങ് കേട്ടാ. 3 സാധനം മതി നമ്മുടെ ടാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ എഞ്ചിന്റെ കൺസ്ട്രക്ഷൻ നമ്മുടെ വീഡിയോ കണ്ടുള്ളവർ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവും, ഹെഡ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഹെഡുമേണ് നമ്മുടെ വാൽവ് ഇരിക്കുക, അതായത് ടാപ്പറ്റ് ഇരിക്കുക. അപ്പൊ നമ്മുടെ റോബിമോൻ ഒരു ബെൻസിന്റെ ടാറ്റയുടെ ഹെഡ് അയക്കുന്നുണ്ടാ. അപ്പൊ ഞാൻ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കാണിച്ചു തരാം. പിന്നെ ഹെഡിൽ എങ്ങനെയാണ് വാൽവിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ആ ഹെഡ് അയക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോ നമ്മളെ ഒരു സിലിണ്ടറില്, അതായത് ഇപ്പോ ലേലന്റെ എഞ്ചിന് 6 സിലിണ്ടർ ഉള്ളത്. ലേലന്റെ മാത്രമല്ല നമ്മുടെ വലിയ വണ്ടികളും മിക്കത് 6 സിലിണ്ടർ എഞ്ചിനാണ് ഉള്ളത്. അപ്പൊ 6 സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറില് ഈ എഞ്ചിന് ഹിനോ എഞ്ചിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലേലന്റെ H സീരീസ് എഞ്ചിൻ എന്ന് പറയാം. ഹിനോ എഞ്ചിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിൽ 2 ഇതുണ്ടാവുക, 2 വാൽവ് ഉണ്ടാവുക. N സീരീസ് എഞ്ചിനുണ്ട്, നെപ്റ്റ്യൂൺ എഞ്ചിൻ, അതായത് 4 സിലിണ്ടർ. ക്യാപ്റ്റനിലൊക്കെ ഇരിക്കുന്ന എഞ്ചിൻസിൽ ഒരു സിലിണ്ടറിൽ 4 വാൽവ് ഉണ്ടാവുക. അപ്പൊ നമ്മള് ഒരു 4 വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 എക്സോസ്റ്റ്, 2 ഇൻലെറ്റ്. ഇതിൽ എന്ന് പറയുന്നത് ഒരു എക്സോസ്റ്റ്, 1 ഇൻലെറ്റ്. അപ്പൊ അത് വോളിമെട്രിക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവര് 2 വാൽവ് കൊടുക്കുന്നത്. ഒരു ഇൻലെറ്റിന് 2 വാൽവും അതേപോലെ എക്സോസ്റ്റിന് 2 വാൽവും. അപ്പൊ മൊത്തം 4 വാൽവ് കൊടുക്കുന്നത് കേട്ടോ. എഫിഷ്യൻസി കൂട്ടാനും വണ്ടി ഹൈ RPM നല്ല ടോർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ നമ്മുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻലെറ്റ് വാൽവ് ഉണ്ടാവും, ഒരു എക്സോസ്റ്റ് വാൽവ് ഉണ്ടാവും. അപ്പൊ നമ്മളെ ഇൻലെറ്റ് വാൽവിന് വേറെ ഗേജാണ് വെക്കുക. അതായത് ഗേജ് എന്ന് പറഞ്ഞാൽ വേറെ തിക്നെസ് ആണ് വെക്കുക. എക്സോസ്റ്റ് വാൽവിന് വേറെ തിക്നെസ് വെക്കുക. അപ്പൊ നമ്മളെ ഈ ലേലന്റ് ഹീനോ എഞ്ചിനില് നമ്മൾ വെക്കണത് ഇൻലെറ്റിന് 12 തവ്, എക്സോസ്റ്റിന് 20 തവാണ് വെക്കണത്. 20 അല്ല 18 തവ്. അപ്പൊ ഈ തവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അറിയില്ല, MM-ലാണ് ചിലർ ചെയ്യുക. തവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് ഇഞ്ചസ്, അതായത് 1 ഇഞ്ചിലെ 1000-1 ഭാഗമാണ് നമ്മള്. 12 തവ് എന്ന് പറയുമ്പോ തൗസൻഡ്സ് ഓഫ് ഇഞ്ചസിലെ 1000-1 ഭാഗം, അങ്ങനെ 12 എണ്ണം. അങ്ങനെയാണ്ടാ ഇതിന്റെ തിക്നെസ് പറയണത്. അപ്പോ ഇതാണ് ഫീലർ ഗേജ്. ഇതില് നമ്മള് ഇതിലുണ്ടാവണ്ടാ. അപ്പോ ഇത് 12 തവും ഇത് 18 തവുമാണ്. ഇതിലെ മാർക്കിങ്സ് ഒക്കെ പോയി. അത് നമ്മള് എപ്പോഴും ഇത് അഡ്ജസ്റ്റ് ചെയ്യണ കാരണം നമുക്കറിയാം ഇത് അത്ര അതിന്റെ തിക്നെസ്. ഇതിങ്ങനെ വേറെ ഞാൻ ഗേജ് എടുത്ത് കാണിച്ചാ. അതിലൊക്കെ എഴുതിണ്ടാവും ഇങ്ങനെ MM എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിണ്ടാവും. അതുകൊണ്ടാ നമ്മള് MM കൺവേർട്ട് ചെയ്തിട്ട് തൗസൻഡ്സ് ഓഫ് ഇഞ്ചസിലാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഇൻലെറ്റ് 12ഉം എക്സോസ്റ്റ് 18 ഓട്ടാ. അപ്പൊ എല്ലാവർക്കും എന്ത് സംശയം ഉണ്ടാവും, സെയിം വാൽവും സെയിം അറേഞ്ച്മെന്റ് അല്ല, എന്തുകൊണ്ട് ഇൻലെറ്റില് നമ്മള് തിക്നെസ് കുറവ് വയ്ക്കുന്നു, എക്സോസ്റ്റില് തിക്നെസ് കൂടുതൽ വയ്ക്കണം. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പൊ നമ്മളിത് വാൽവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാ. അപ്പൊ ലേലന്റെ ടാപ്പറ്റ് കവർ നമ്മൾ അയച്ചിട്ടുണ്ട്. ഇതാണ്ടാ നമ്മുടെ ടാപ്പറ്റുകൾ എന്ന് പറയണത്. ഇതാണ് ടാപ്പറ്റ്, ഇത് വാൽവ് സ്പ്രിങ്, ഇതിനടിയിലാണ് വാൽവ് ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആ ഹെഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വാൽവ് എങ്ങനെ ഇരിക്കാന്നൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പൊ അതെ ഇങ്ങനെ ഇതിപ്പോ ഒരു സിലിണ്ടറിൽ 2 എണ്ണം വെച്ചിട്ട്, അപ്പൊ 6 സിലിണ്ടർ 2x6 12 വാൽവ് ഉണ്ടാവും കേട്ടോ. വാൽവ് 12 വാൽവ്, അതേപോലെ 12 ടാപ്പറ്റ് ഉണ്ടാവും. ഇത് എഞ്ചിന്റെ അടിയിലാണ്, അതായത് ലിഫ്റ്റ് ചെയ്തിട്ടാണ് വാൽവ് വർക്ക് ചെയ്യണത്. ഓവർ ഹെഡ് ക്യാം അല്ല, സാധാ ലിഫ്റ്റ് ചെയ്തിട്ട് പുഷ് റോഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ പുഷ് റോഡ് ഈ റോക്ക് റാമിനെ തള്ളും. ബാക്കിലൊരു റാഡ് ഉണ്ടാവും.
ഈ റാഡാണ് ഇതിനെ തള്ളിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ഈ അറേഞ്ച്മെന്റ് എന്ന് പറയണത്. നമ്മളത് ടാപ്പറ്റ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാപ്പറ്റിൻ്റെ ഇടയിലുണ്ടോ, ഈ ഇടയിൽ ഈ ടാപ്പറ്റിൻ്റെയും വാൽവിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പാണ് നമ്മൾ ഈ തിക്നെസ് ഗേജ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇത് ഈ സ്ക്രൂവിലാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇത് 14-15 ഈ ചെക്കിനിട്ട് ലൂസ് ചെയ്തിട്ട് ഈ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യും ലൂസ് ചെയ്യും തോറും ഇതിൻ്റെ ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണത് കേട്ടോ. ഇത് സിമ്പിളാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടാ, ഇത്ര സിമ്പിളാണ്. കറക്റ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിയ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 3ാമത്തെ സിലിണ്ടറിനാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ സിലിണ്ടർ എന്ന് പറയുമ്പോൾ 5ാമത്തെ റോക്രാം 1 2 3 4 5 5ാമത്തെ റോക്രാമാണത്. അപ്പോൾ 5ഉം 6ഉമാണ് മൂന്നാമത്തെ സിലിണ്ടർ റോക്രാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻലെറ്റ് ആദ്യത്തെ റോക്രാമാണ് ഇൻലെറ്റ്. അപ്പോൾ ഇൻലെറ്റിലേക്ക് നമ്മൾ 12 തവിൻ്റെ ഗേജ് വെച്ചു. കണ്ട ലൂസാണ്, കണ്ട വളരെ ലൂസാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് അതിലേക്ക് ടൈറ്റ് ആക്കി വെക്കണം. ഈ 14 ചെക്കിനിട്ട് ലൂസ് ചെയ്യും. എന്നിട്ട് ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്യും. അപ്പൊ അത് കറക്റ്റ് ആയിട്ടാ, അത്യാവശ്യം ടൈറ്റും കാര്യങ്ങളായി ക്ലിയറൻസ് കറക്റ്റ് ടച്ച് ചെയ്ത് ഈ ഗേജ് വർക്ക് ചെയ്യണം. ഇതാടാ ഈ ക്ലിയറൻസ് ഇപ്പൊ കറക്റ്റ് ആയി. നേരത്തെ ലൂസായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ടാപ്പറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഏത് ഇൻലെറ്റ് കേട്ടോ. അതേപോലെ ഇതാണ് എക്സോസ്റ്റ് കണ്ട തീരെ ഉള്ളിലേക്ക് കടക്കണല്ലേ, ജാമായിട്ടിരിക്കുകയാണ്. ജാമായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ചൂടാവും തോറും വണ്ടിക്ക് വലിയ കുറയും കണ്ടാ. വാൽവ് ജാമായിരിക്കുക, കംപ്രഷൻ ലീക്കാവും ചൂടാവുമ്പോൾ. അപ്പം നമ്മളതൊന്ന് ലൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഈ 15ൻ്റെ ലൂസ് ചെയ്യും. 15 ലൂസ് ചെയ്തിട്ട് ഈ സ്ക്രൂ ഒന്ന് കുറയ്ക്കും. കറക്റ്റ് ഇതിലിങ്ങനെ കയറുന്നുണ്ട് എന്നാ. ഇത്തിരി ടൈറ്റിൽ കയറും വേണം, എന്നാൽ ലൂസ് ആവാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. എന്നാ ഫീലർ ഗേജ്. എന്നിട്ട് നമ്മളിത് ഈ സ്ക്രൂവിൻ്റെ ചെക്ക് നട്ട്, ഇതാണ് ആ സ്ക്രൂവിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് മാറാണ്ടിരിക്കാനുള്ള നട്ടാണ് കേട്ടത്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളത് ഈ ടാറ്റയുടെ ഹെഡാണ് ഉണ്ടായിരിക്കണത്. അപ്പം ഞാനതിൻ്റെ ഹെഡ് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലൈലൻ്റെ കാണിച്ച പോലത്തെ സംഭവങ്ങൾ തന്നെ, സെയിം കൺസ്ട്രക്ഷൻ തന്നെ. 6 സിലിണ്ടർ എഞ്ചിൻ. ഇതാണ് ടാറ്റയുടെ സിലോറിയിലൊക്കെ വരുന്ന എഞ്ചിനാണ്. അത് 16-13 എഞ്ചിനാണ്. ഇത് സിലോറി അല്ല എന്നുള്ളോ, ഇത് നമ്മുടെ നാഷണൽ പെർമിറ്റ് ടൈപ്പ്, അതായത് ഫോർവേഡ് അല്ല, സെമി ഫോർവേഡ് വണ്ടിയല്ല, സാധാ വണ്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റോക്രാമുകളാണ് കേട്ടത്. ഇത് ഇതിൻ്റെ റോക്രാം ഇതിൻ്റെ നോസിലാണ് കേട്ടോ. 1 2 3 4 5 6 ഇത് ഇതിൻ്റെ നോസിലാണ്. ഈ ടാറ്റയുടെ നോസിലൊക്കെ വാൽവ് കവറിൻ്റെ ഉള്ളിലിരിക്കാം. നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ ലൈലൻ നോസിലൊക്കെ പുറത്തല്ല ഇരിക്കണത്. നമ്മളെ റോബിമോൻ ചാടി വരുന്നുണ്ട് ഹെഡ് അയക്കാൻ. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ്ട നമ്മുടെ ടാറ്റയുടെ അയക്കാൻ മോളിലോട്ട് ഹെഡ്. അപ്പൊ ഞാൻ നേരത്തെ ലൈലൻ്റെ കാണിച്ച പോലെ തന്നെ ടാറ്റയുടെ 6 സിലിണ്ടർ എഞ്ചിനാണ്. ഇതൊക്കെ നമ്മളെ ഏത് എസ് ലോറിയിൽ വരുന്ന എഞ്ചിനാടാ. എസ് ലോറിയുടെ ബോഡി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, സെമി ഫോർവേഡാണ്. ഇത് സാധാ വണ്ടിയാണ്, മാത്രം വ്യത്യാസമുള്ള. എഞ്ചിനൊക്കെ സെയിം തന്നെ. അപ്പോൾ ഇതാണ് ഇതിന്റെ റോക്രാമുകൾ കേട്ടാ. 1 സിലിണ്ടറിന് 2 റോക്രാം, അതേപോലെ തന്നെ 6 സിലിണ്ടർ, അപ്പൊ 12 റോക്രാം വരും. പിന്നെ ഈ ടാറ്റയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രത്യേകത, അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള സാധനമാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാ ഈ നോസിലൊക്കെ ഇതിന്റെ ഉള്ളില് വരണത്, ഏത് വാൽവാറിന്റെ ഉള്ളിൽ വരണ. അപ്പൊ ഈ വാൽവാറിന്റെ ഉള്ളിൽ നോസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എന്തെങ്കിലും ലീക്കേജ്, ഡീസൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓയിലില് ഡീസല് മിക്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്ടാ. അതായത് ടാറ്റയുടെ വണ്ടികളുടെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ വണ്ടികള് അങ്ങനെ ഉള്ളിലായിട്ട് വരുന്നുണ്ട്, കുമിൻസ് ആയാലും അല്ലാതും. പക്ഷെ അതൊക്കെ ഈ മോഡലല്ല, ഇത് സാധാ നമ്മളെ നട്ട് പിടിച്ചിട്ടാണ് മോഡൽ. മറ്റേതൊക്കെ ഫ്ലാഞ്ചിങ്ങും പിന്നെ ഓറിങ് ടൈപ്പ് നോസിലുള്ളതാണ്. അപ്പൊ അത് ലീക്ക് പ്രൂഫ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നോസില് ഇതിന്റെ ഉള്ളിൽ ഹെഡിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെയാണ് ടാറ്റയുടെ കുറച്ച് ഡ്രോബാക്സ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് അയക്കാൻ കാരണം ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡിമയാണ് എല്ലാ സാധനങ്ങളും ബോൾട്ട് ചെയ്ത് വെച്ചാണ്. ഈ ഗിയർ ലിവറിന്റെ ഫൗണ്ടേഷൻ ഈ ഹെഡിമേ പിരിവ് വെച്ചാക്കണം. എങ്ങനെയുണ്ട് കളി? അപ്പൊ ഈ ഗിയർ ലിവറിന്റെ ഫൗണ്ടേഷന്റെ പിരി പോയ കാരണമാണ് നമ്മൾ ഈ എഞ്ചിന്റെ ഹെഡ് അയക്കണടാ. അപ്പൊ അതൊക്കെ കുറെ ഡ്രോബാക്സ് ഉണ്ട് വണ്ടികൾക്ക്. അപ്പൊ അതാണ് ഈ ടാറ്റയുടെ ഈ വണ്ടികളുടെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പഴയ വണ്ടികളുടെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ സെയിം സാധനം ഇത് വെച്ചു. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗിന്റെ പമ്പിന്റെ ഫൗണ്ടേഷൻ ഹെഡ് വെച്ചു. അപ്പൊ ഇതിനൊക്കെ പിരി പോയി കഴിഞ്ഞാൽ ഹെഡ് അയക്കണം. മറിച്ച് ലൈലൈനിലെ നമ്മളെ വണ്ടികൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പവർ സ്റ്റിയറിംഗിന് പമ്പ് ഗിയർ ടൈപ്പാണ്. ഡയറക്റ്റ് എഞ്ചിൻ ബ്ലോക്കിലേക്ക് നമ്മൾ ടൈമിംഗ് കേസിലേക്ക് കൊടുക്കാണ്. പിന്നെ ഈ ഗിയർ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫോൾഡിന്റെ അതുമയാണ് നമ്മൾ പിടിക്കണേ. അതൊരു എന്താ പറയാ യൂണിവേഴ്സൽ ക്രോസ് ആണ് അത് മരിക്കണം. ഇത് കണ്ട, ഇതിങ്ങനെ ഒരു ബോളന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മറ്റേത് ക്രോസ് ടൈപ്പ് വരാം, അതായത് നമ്മളെ പ്രൊപ്പലർ ഷാഫ്റ്റിലൊക്കെ തന്നെ ക്രോസിൽ യൂണിവേഴ്സൽ ജോയിന്റ് അതായിട്ട് വരാം. അതാണ് അതിന്റെ കാര്യങ്ങള്. അപ്പൊ ഇത് അയച്ചിട്ട് ഞാൻ ഇതിന്റെ വാൽവ് അറേഞ്ച്മെന്റ് കാണിച്ചു തരാട്ടാ. നമ്മളവിടെ ചെയ്തില്ലേ, അത് എന്താ ഉണ്ടാവണേന്ന് ഞാൻ ഇത് അയച്ചിട്ട് ഈ വാൽവ് കാണിച്ചതെന്ന് പറഞ്ഞുതരാട്ടാ. ഏകദേശം എഞ്ചിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ എല്ലാ എഞ്ചിനും സെയിം തന്നെ. വാൽവ് ഉണ്ടാവും, ഹെഡ് ഉണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും, എല്ലാം സെയിം തന്നെ. അപ്പൊ ഇതേപോലെ തന്നെയാണ് ലൈലന്റെ എഞ്ചിന്റെ വാൽവിന്റെ സിസ്റ്റവും വാൽവ് ട്രെയിനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനത് കാണിച്ചു തരാം. മോനി തയ്ച്ച അപ്പഴേ നമ്മൾ ഇതിന്റെ വാൽവ് ഓവർ പിടിപ്പിക്കാൻ പോവാട്ടാ. ഇതാണ് ഇതിന്റെ പാക്കിങ് കേട്ടാ. ഇതാണ് ടാപ്പറ്റ് കവറ്. ഹിനോ എച്ച് സീരീസ് കേട്ടോ. എച്ച് സീരീസ് എഞ്ചിനാണ്. അതേപോലെ എൻ സീരീസ് എഞ്ചിൻ ഉണ്ട്. ഇപ്പൊ BS6 അവർ പറയണത് എച്ച് സീരീസും എ സീരീസ് എഞ്ചിൻ എന്നാണ് പറയണ. ഈ പാക്കിങ് നമ്മള് ഈ ഓയിൽ ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാക്കിങ് വെക്കണത്. ഈ ഗ്യാപ്പിലാണ് നമ്മൾ പാക്കിങ് വെക്കുക. ഫ്രണ്ട്സ്, ഇത് നമ്മൾ വാൽവ് ഓവർ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലൈലാൻഡ് വാൽവ് ഓവർ എച്ച് സീരീസ് എഞ്ചിൻ കേട്ടോ. ലൈലാൻഡ് എച്ച് സീരീസ് എഞ്ചിൻ കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ്ടോ നമ്മുടെ ടാറ്റയുടെ എഞ്ചിന്റെ ഹെഡ് കേട്ടോ. ഈ വട്ടം കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വട്ടങ്ങളാണ് ഓരോ സിലിണ്ടർ ആണ്ടത്. അങ്ങനെ 1, 2, 3, 4, 5, 6 ആ ഒരു 6 സിലിണ്ടർ എഞ്ചിൻ. അപ്പം അങ്ങനെയാണ് 6 സിലിണ്ടർ ആവണത്. അപ്പോൾ ഇതിൽ ഒരു സിലിണ്ടറിൽ 2 വാൽവാണ്. ഇതാ 1, 2 കണ്ട 2 വാൽവ്, പിന്നെ ഒരു നോസിൽ. അത് ഞാൻ മറച്ചു വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് നോസിലിൻ്റെ ടിപ്പാണ്ടാ, പ്രിന്റിൽ എന്നൊക്കെ പറയും, ആ സാധനമാണിത്. അപ്പോൾ ഇതിവിടെയാണ് നമ്മൾ ഡീസൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക കംപ്രസ് ചെയ്യുമ്പോൾ. ഇതാണ്ട ഈ ചെറിയ സാധനം. പിന്നെ ഇത് ഒരു വാൽവ് വലുതും ഒരു വാൽവ് ചെറുതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ വാൽവ് ഏതാവണം റോബിനെ? ആ, ഒരു വാൽവ്. അപ്പോൾ വലിയ വാൽവ് ഇൻലെറ്റാണ്, ചെറിയ വാൽവ് എക്സോസ്റ്റ് ആണ്. അപ്പോൾ എന്തിനാണ് ഇൻലെറ്റ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻലെറ്റ് വാൽവ് എന്തിനാണ് വലുത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വണ്ടിക്ക് എയർ ആവശ്യമാണ്. അതായത് എയർ സക്ക് ചെയ്യാൻ ആവശ്യമാണ്. എയർ ആവശ്യം വരുമ്പോൾ വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞുകൊണ്ട് എഫിഷ്യൻസി ഉണ്ട്. അതായത് എയർ കൂടുതൽ ഫ്ലോ വന്നാലാണ് നമുക്ക് ആ എഫിഷ്യൻസി നമ്മുടെ എഞ്ചിന് കൈവരിക്കാൻ പറ്റുള്ളൂ. ആ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻലെറ്റ് വലുതും എക്സോസ്റ്റ് ചെറുതും വരണത് കേട്ടോ. എന്നുവെച്ചാ മനസ്സിലായില്ലേ? അത് നമുക്ക് സൈഡിൽ തുളയ്ക്കാം, അതൊക്കെ ശരിയാക്കാം. അപ്പൊ പറഞ്ഞാ അവിടെ പറഞ്ഞാ പോരാ. ഞാൻ പറയട്ടെ. അപ്പോ
എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻലെറ്റിന് വലുതും എക്സോസിന് ചെറുതും കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പം ഇറങ്ങണ വണ്ടികൾക്കൊക്കെ ലേലണ്ണയിലും ടാറ്റയുടെ കുമിൻസ് എഞ്ചിനൊക്കെ ഒരു സിലിണ്ടറിൽ 4 ആണ്, 4 വാൽവ് വരും. ഇങ്ങനെ 2 ഇൻലെറ്റ് 2 എക്സോസ്റ്റ് സെയിം സിലിണ്ടർ 4 തന്നെ. അതിൽ വാൽവിൻ്റെ വട്ടം കുറയും. അതായത് നമ്മുടെ ഒരു രൂപയുടെ കോയിൻ്റെ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ കുമിൻസിൻ്റെ ഹെഡ് കാണിച്ചു കൊടുത്തില്ലേ, ഒരു AMWൻ്റെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നെ ഇടാം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വാൽവ്. ഇത് നമ്മൾ ഈ കുറച്ചുകൂടി കാര്യം പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ വെള്ളത്തിൻ്റെ ഹോളുകളാണ് കേട്ടോ. നമ്മളെ ബ്ലോക്കിലേക്കും ഹെഡിലേക്കും വാട്ടർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഹോളുകളാണ്. പിന്നെ ഇതൊക്കെ ഓയിൽ ഹോളുകളും കാര്യങ്ങളൊക്കെ ആട്ടോ, ബാക്കി ചെറുതും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ടാപ്പിട്ടേണ്ട ഹോളുകളാണ് ഇതൊക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫേസ്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗം, അതായത് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ്. അതാണ് ഞാൻ ഇപ്പോൾ കറക്റ്റ് ടൈമിങ് കിട്ടി നമ്മൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഹെഡ് അയക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് ഈ ഹെഡ് ഒന്ന് തിരിച്ചു വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വാൾ ഡോർ അല്ലെങ്കിൽ എഞ്ചിൻ കവർ അയക്കുമ്പോൾ നമ്മൾ കാണുന്ന സംഭവങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇതാണ് ഓരോ വാൽവുകൾ നമ്മൾ തിരിച്ച് മറ്റേ ഭാഗം നേരത്തെ കാണിച്ചിരുന്നു, അതിൻ്റെ ബാക്കി ഭാഗമാണിത്. ഇതിങ്ങനെ ഉള്ളിൽ കൂടെ വരും. ഇതാണ് വാൽവുകൾ കേട്ടോ. അങ്ങനെ 12 വാൽവ് കേട്ടോ. ഈ വാൽവ് ആക്ച്വേറ്റ് ചെയ്യണ സ്പ്രിങ്ങുകളാണിത്. ഇതിനെ വാൽവ് സ്പ്രിങ് എന്ന് പറയും കേട്ടോ. ഇതിങ്ങനെ ആക്ച്വേറ്റ് ചെയ്യും. ഇതിനെ ആക്ച്വേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ റോക്ക് റാം കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇരിക്കും. നമ്മൾ ഇതിന്റെ ഈ ഗ്യാപ്പാണ് നമ്മൾ ഫീലർ ഗേജ് വെച്ച് നേരത്തെ ലൈലൻഡ് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ ഗ്യാപ്പ് കണ്ട, ഇതിങ്ങനെ ആക്ച്വേറ്റ് ചെയ്യും. ഈ വാൽവ് അടിയിലേക്ക് ആകുമ്പോഴാണ് വാൽവ് ഓപ്പൺ ആവാന്ന് പറയുന്ന ഒരു പൊസിഷൻ വരിക. ഇത് ഇങ്ങനെ എഞ്ചിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറ്റാൻ കഴിഞ്ഞാൽ ഇതൊന്ന് ടാറ്റയുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ വാൽവിൻ്റെ വർക്കിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫീലർ ഗേജ് വെച്ചിട്ട് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് ഓരോ എഞ്ചിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ ഗേജുകൾ നമ്മളെ ലൈലൻഡിനൊക്കെ 12 തവും നേരത്തെ പറഞ്ഞ പോലെ 12 തവും വയ്ക്കുക. അങ്ങനെ ഓരോ എഞ്ചിന് വ്യത്യാസമായിരിക്കും. ഞാൻ അവസാനം ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് എക്സോസ്റ്റ് വാൽവ് നമ്മൾ കൂടുതൽ ക്ലിയറൻസ് വെക്കുക, ഇൻലെറ്റ് കുറവെന്ന് പറഞ്ഞു. എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിന് ഭയങ്കര ചൂടായിരിക്കും. 80 ഡിഗ്രി 90 ഡിഗ്രിയോളം ചൂടുണ്ടായിരിക്കും. ചൂടാകുമ്പോൾ നമ്മളെ മെറ്റലിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, മെറ്റൽ എക്സ്പാൻഡ് ആവും. മെറ്റൽ എക്സ്പാൻഡ് ആകുമ്പോൾ നമുക്കറിയാം എക്സോസ്റ്റ് വാൽവ് എന്തിനാണ് യൂസ് ചെയ്യണേ, ബ്ലോൺ ഔട്ട് ചെയ്യുന്ന ഗ്യാസ് പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബ്ലോൺ ഔട്ട് ഗ്യാസ് പുറത്തേക്ക് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കത്തിയ വാതകം പുറത്തേക്ക് കിടക്കുമ്പോൾ അതിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ എക്സോസ്റ്റ് വാൽവ് കൂടിയാണ് ആ ഗ്യാസ് ഫുള്ള് പോവുക. ഇൻലെറ്റിൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന അറ്റ്മോസ്ഫിയറിക് എയർ വലിക്കുക, പക്ഷേ എക്സോസ്റ്റ് കൂടെ നമ്മൾ കൂടുതൽ ചൂടുള്ള ഗ്യാസാണ് പോകുന്നത്. അപ്പോൾ കൂടുതൽ അത് എക്സ്പാൻഡ് ആവും. ആ എക്സ്പാൻഡിനെ തടയിടാൻ വേണ്ടിയിട്ടാണ്, ആ എക്സ്പാൻഡ് ഈ റോക്ക് റാമിൻ്റെ ഇതിലേക്ക് ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സോസ്റ്റിന് കൂടുതൽ ക്ലിയറൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാൽ ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞ കേട്ടോ. അതിൻ്റെ ഉള്ളിലേ ടൂറിസ്റ്റ് ബസ്സായ കാരണം തീരെ അടിയില്ല വീഡിയോ എടുക്കാൻ. ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ പറഞ്ഞ പോലെ ഇത് നോസിൽ കേട്ടോ. ഞാൻ നോസിൽ ബോഡി, നോസിൽ പൈപ്പുകൾ, പിന്നെ നോസിലിൻ്റെ ഓവർഫ്ലോ പൈപ്പുകളാണ് ഈ റാ പോലെയുള്ള സംഭവങ്ങൾ കേട്ടോ. ഇത് നോസിലിൻ്റെ ഓവർഫ്ലോ പൈപ്പാണ് കേട്ടോ. അപ്പോൾ ദീ വാൽവ് വേണ്ട, ദീ വാൽവ് അടിയൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ടോ. അതാണ് സിമ്പിൾ അറേഞ്ച്മെൻ്റ് ആണ്. എല്ലാ എഞ്ചിനും ഇതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ വണ്ടിയുടെ വാൽവോറൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ വണ്ടി, ഇത് ടാറ്റാടെ. അപ്പോൾ വാൽവോറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഓടിച്ചു പോകണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓടിച്ചു നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ വാൽവ് വർക്ക് ചെയ്യണത് എങ്ങനെയാട്ടാ, അടിച്ചാടാ വേണ്ടാ. ആക്സിലേറ്റർ കൊടുക്കുക.
അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കിട്ടാ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് വണ്ടിയുടെ ഓണർ ഫെബിൻ, ഇത് അഖില്, ഞാനാണ് സാരഥി അല്ലെ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നോടാ. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടാ. വേറൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ബൈ. എല്ലാവർക്കും ബൈറ്റാ. അപ്പൊ പറഞ്ഞ പോലെ എല്ലാം കുത്തിപ്പൊട്ടിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ID, ഫേസ്ബുക്ക് ID എല്ലാ സാധനങ്ങളും നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അതൊന്ന് ഫോളോ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക പറഞ്ഞ പോലെ. അപ്പൊ ശരി കേട്ടാ.